കൊച്ചി കത്രികടവിലെ കുഴിമന്തി റെസ്റ്റോറന്റിൽ ഭക്ഷ്യവിഷബാധ. അൽഡ്രീം റെസ്റ്റോറന്റിലാണ് ഈ മാസം 10-ന് ഭക്ഷ്യവിഷബാധ ഉണ്ടായത്. 10ഓളം പേർ കടവന്ത്ര ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങളുമായി തിയോഫിൻ കൂടി ചേരുന്നു. തിയോഫിൻ, എപ്പോഴായിരുന്നു സംഭവം ഉണ്ടായിരുന്നത്? ഈ ചികിത്സ തേടിയവരുടെ ആരോഗ്യനിലയടക്കം എങ്ങനെയാണ്? തുടർ നടപടികൾ എന്തൊക്കെയാണ്? റെസ്റ്റോറന്റിനെതിരെ എന്തെങ്കിലും നടപടികൾ എടുത്തിട്ടുണ്ടോ? ഈ മാസം 10-ാം തീയതിയാണ് ഈ ഭക്ഷ്യവിഷബാധ ഉണ്ടായത്. അടുത്ത ദിവസം ഈ ബുദ്ധിമുട്ടുണ്ടായതിനെ തുടർന്ന് ഇന്നലെയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഈ ഹോട്ടലിൽ പരിശോധന നടത്തി. ഇതാണ് ഹോട്ടൽ. ഇവിടെ ഇപ്പോൾ ഈ പരാതിയുമായി എത്തിയവർ, അതായത് 10ഓളം പേർ ഈ കടവന്ത്രയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഏതാനും പേർ വയറ്റിലേക്ക് അടുത്തുള്ള വെൽക്കെയർ ആശുപത്രിയിൽ ചികിത്സ എന്നാണ് പറയുന്നത്. എന്തായാലും ആരുടെയും നില കാര്യമായി ഗുരുതരമായി റിപ്പോർട്ടില്ല. പക്ഷേ ഡ്രിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ചികിത്സ തേടിയവരാണ് കൂടുതലും. ഇതിനെ തുടർന്നാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് പരിശോധന നടത്തിയത്. അതായത് ഈ പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഈ ഹോട്ടലിലെത്തി പരിശോധന നടത്തി. ഹോട്ടൽ അടപ്പിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ഈ ഹോട്ടലിൻ്റെ ലൈസൻസ് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ സാമ്പിൾ ഭക്ഷണങ്ങളുടെ സാമ്പിൾ ഇവിടുന്ന് ശേഖരിച്ചിട്ടുണ്ട്. ഈ ശേഖരിച്ചിട്ടുള്ള സാമ്പിൾ പരിശോധനയ്ക്കായി അയക്കും. ലാബിലേക്ക് പരിശോധനയ്ക്ക് അല്ലെങ്കിൽ പരിശോധനാ ഫലം വന്ന ശേഷമാവും മറ്റു കൂടുതൽ നടപടികൾ ഉണ്ടാവുക. എന്തായാലും അതായത് ഈ 10-ാം തീയതി ഉണ്ടായ സംഭവമാണ്. നിലവിൽ ഇപ്പോൾ ലഭിച്ചിട്ടുള്ള കണക്കനുസരിച്ചിട്ടാണെങ്കിൽ 10-ലധികം പേർക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റിട്ടുണ്ടെന്നാണ്. ആർക്കും ഗുരുതരമായ അവസ്ഥകളില്ല. ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കടവന്ത്രയിലുള്ള ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ 10ഓളം പേരും വൈറ്റിലേക്ക് അടുത്തുള്ള വെൽക്കെയർ ആശുപത്രിയിൽ 6ഓളം പേരുമാണ് ചികിത്സയിലുണ്ടെന്നാണ് ലഭ്യമായിട്ടുള്ള വിവരം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എങ്കിൽ കൂടിയും വലിയ മറ്റ് നടപടികളിലേക്ക് അല്ലെങ്കിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ ഇനി തുടർ നടപടികളിലേക്ക് ഇനി പോകുന്നത് ഈ പരിശോധനാ ഫലം വന്നതിന് ശേഷമായിരിക്കും. പരിശോധനാ ഫലം ലഭ്യമാകേണ്ടതുണ്ട്. അതിന് ഒരു പക്ഷേ ചുരുങ്ങിയത് ഒരാഴ്ചയുള്ള സമയം എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ ഹോട്ടൽ ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ പരിശോധനയുടെ തുടർച്ചയായി അടപ്പിച്ചിട്ടുണ്ട്. ലൈസൻസ് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മറ്റ് നടപടികൾ ഇതിന് പുറകെയാകും ഉണ്ടാവുക. എന്തായാലും 10-ലധികം പേർക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റിട്ടുള്ളത്. കുഴിമന്തി കഴിച്ചവർക്ക് തന്നെയാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായത് എന്ന് തന്നെയാണ് ലഭ്യമായിട്ടുള്ള വിവരം. അത് എന്താണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് വ്യക്തമായിട്ടില്ല. വെള്ളത്തിൻ്റെ പ്രശ്നമാണോ, അതായത് ലഭ്യമായിട്ടുള്ള കുടിവെള്ളത്തിൽ നിന്നുള്ള പ്രശ്നമാണോ, അതല്ലെങ്കിൽ ഈ കുഴിമന്തിക്കൊപ്പം നൽകിയ മയണൈസ് അങ്ങനെയുള്ള എന്തെങ്കിലും വസ്തുക്കളുമായി ബന്ധപ്പെട്ടുള്ള ഭക്ഷ്യവിഷബാധയാണോ എന്നത് പരിശോധനയിലാണ് കൂടുതൽ വ്യക്തമാവുക.